റോ സിൽക്ക് മെറ്റീരിയൽ അതില് ഇത്ര ഹെവി വർക്ക്. മൽച്ചന്ദരിയിൽ ബീഡ്സും വരുന്നുണ്ട്. ബോർഡർ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഫീലിംഗ് അറിയുള്ളൂ. ഇത് 250 മീറ്റർ ഉണ്ട് അല്ലേ? ആ, റോ സിൽക്കിൽ മൽബറി ബൂട്ട, कॉटन प्योर बिजली जी. ये बिजली जी. ये बिजली जी. ഇതൊക്കെ സാരിയൊക്കെ ഉടുത്തല്ലേ കളർ വേറെ ഉണ്ടെങ്കിൽ നോക്കി നോട്ട് ചെയ്ത് വെച്ചു. രാജാറാണി പ്രിന്റ്, അങ്ങനെ പ്രിന്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് സിൽക്കി ബൂട്ടാ. ये सिल्की बूटा वेराइटी है. ഫെൻഡിയിൽ ഇങ്ങനെ നമുക്ക് വലിയ വർക്ക് ചെറിയ വർക്ക് ആയിട്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഈ മെറ്റീരിയൽ का नाम क्या बोलते हैं? सलब जरना. डोला सिल्क. ഡോല സിൽക്ക് മെറ്റീരിയൽസ് മാത്രമേ കിട്ടുള്ളൂ. അതിൽ എന്ത് വേണേലും തയ്ക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ്. ഈ തിരക്ക് കാണുമ്പോ അപ്പൊ വിചാരിച്ചോ ബാംഗ്ലൂരാണ്, അവിടേക്ക് ഇവിടേക്കും നോക്കേണ്ടത്. ഈ ഇവിടെ നോക്ക്, ഫുൾ കോറ കോട്ടന്റെ കളക്ഷൻ. ഇത് മൈസൂർ സിൽക്കാ. ചെറിയ ചെറിയ തലയിൽ വീഴോ. ഇത് ഡൂപ്പിയൻ കോട്ടൺ മെറ്റീരിയൽ. പ്ലെയിൻ ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. മെൻസിന്റെ ഷെർവാണി അതിനൊക്കെ കൂടുതൽ പോകുന്നതാണ് കേട്ടോ. डाइबल टिश्यू. ഡയബിൾ 25 കളേഴ്സ് ഉണ്ട്. സൈന സിൽക്ക് ആണ്. എല്ലാതും നല്ല നല്ല ഷെയ്ഡാണ് അല്ലെ. മൽച്ചന്തേരി വിചിത്രമാണ്. ഇത് ഫെൻഡിയാണ്. सैना सिल्क मल्टी जकॉर्ड. ചിന്നോണിലെ പൊസിഷൻ പ്രിന്റിന. ഓ, കോട്ട ചെക്സ്. ഇത് ചെക്കുള്ളത്, ഇത് ചെക്ക് ഇല്ലാത്തത്. ഡുപ്പിയൻ കോട്ടന്റെ 75 കളേഴ്സ് വരുന്നുണ്ട്. അതാണ് ഈ മൊത്തം കാണുന്നത് കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, ഈ തിരക്ക് കാണുമ്പോൾ അപ്പൊ വിചാരിച്ചോ ബാംഗ്ലൂരാണ്, ബാംഗ്ലൂർ ചിക്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി തിരക്ക് കുറവാണ്. അല്ലെങ്കിൽ ഈ തിരക്കൊന്നല്ല, ഇതിരികൾ അക്രമം തിരക്കാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഒരു അവന്യൂ റോഡിലേക്കാണ് കേട്ടോ. അവന്യൂ റോഡിലേക്ക് കുറച്ചുകൂടെ നീങ്ങി കഴിഞ്ഞാലേ ഇങ്ങോട്ട് വരുമോ. അപ്പൊ ശരിക്കുള്ളത് കാണിക്കാം. തിരക്കാണ്, തിരക്കൊണ്ട് തിരക്ക്. കുറച്ചുകൂടെ നീങ്ങി കഴിഞ്ഞാലേ നമുക്കിവിടെ ഒരു ബനാറസ് സ്വീറ്റ് ഹൗസ് കാണാം. ആക്ച്വലി ഇവിടെ ബനാറസ് സ്വീറ്റ് ഹൗസ് ഇതായിരുന്നു. ഇത് പഴയതാണ്. അപ്പൊ ഇപ്പൊ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവരിവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇത് ഇവിടേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ബനാറസ് സ്വീറ്റ് ഹൗസ് ഇവിടേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പഴയത് കണ്ടില്ല, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അമ്പലം കാണും. അമ്പലത്തിന്റെ അവിടെ ഈ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ വഴിക്കൂടെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നടന്നു പോവാം. അപ്പൊ ചില ഹോൾസെയിലേഴ്സ് ഒക്കെ ഇല്ല, അല്ലെങ്കിൽ ചില നല്ല കടകളൊക്കെ പറയുമ്പോൾ ഇതുപോലെ ഈ ചെറിയ ചെറിയ ഗല്ലികളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്ന് ഫോൺ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. കറക്റ്റ് എക്സാക്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടാം. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കേഡിയ മെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബിൽഡിങ് കാണും. ഈ ബിൽഡിങ്ങിൽ 4ാമത്തെ ഫ്ലോറിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. ഈ എൻട്രൻസിൽ കയറി കഴിഞ്ഞാൽ 4ാമത്തെ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ അപ്പം കാണും ബി ലക്ഷ്മി ഫാഷൻ ഫുൾ പിന്നെ 5ാമത്തെ ഫ്ലോറും ഇവരുടെ തന്നെയാണ്. 4, 5 അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബിൽഡിംഗ് ഒന്ന് നോക്കി വെച്ചോ. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ, കേഡിയ മെൻഷൻ. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ബി ലക്ഷ്മി. ഇവിടെയാണെങ്കിൽ മൊത്തം മെറ്റീരിയൽസ് മാത്രമേ കിട്ടുള്ളൂ. അതിൽ എന്ത് വേണമെങ്കിലും തയ്ക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ്. ഇവിടെ നോക്കുകയാണെങ്കിലും ഫുൾ നിറവ് മെറ്റീരിയൽസ് കൊണ്ട് മെറ്റീരിയൽസ്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിലും മെറ്റീരിയൽസ് കൊണ്ട് മെറ്റീരിയൽസ്. ഇവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ആളോടൊന്ന് ചോദിക്കണം എന്താ സംഭവം എന്നുള്ളത്. ഹായ് मैम, यहाँ पे जो मतलब हमको मटेरियल्स देखना था, तो किससे बात करूँ? सर के पास, अंकल के पास. हाँ, अंकल के पास. अब कौन है? हाँ, थोड़ा मटेरियल्स देखना था, तो आप जस्ट दिखाओगे? हाँ तो चालू करना ना अभी. हाँ, यहाँ कहाँ से भी चालू करो, लेकिन ये माइक तो लगाने दो पहले. आप कौन हो, क्या हो, ये तो पहले बताओ. क्या है यहाँ पे वीडियो चल रहा है? हाँ, पहले बताओ कौन हो, क्या हो, नाम तो बताओ. दुकान का नाम बोलो. हाँ, दुकान का नाम पहले बोलो. बी लक्ष्मी फैशन, बेंगलोर, जुम्मा मस्जिद रोड, चिकपेट. और आपका? दुर्गाराम. यहाँ के ओनर हो? ओनर ओनर था क्या? ओके ओके. तो पहले ये क्या है, दुपट्टा? ये तो दुपट्टा पहला है. मुझे ना मटेरियल से स्टार्ट करना था, तो मटेरियल दिखाओ, उसके बाद दुपट्टा से स्टार्ट करते हैं. Material यहाँ से चालू करते हैं. ഓക്കെ, ഇവിടെ ദുപ്പട്ടാസും പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ മെറ്റീരിയലിനെ കുറിച്ച് നോക്കുകയാണെങ്കിലേ വാ ദീദേ. ഹാ ബോലിയേ. दुसलब जरना डिजिटल वर्क, എംബ്രോയിഡറി വർക്ക്. ഇതിൽ എംബ്രോയിഡറി വർക്ക് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്വീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ का नाम क्या बोलते हैं? സലബ് ജർന. സലബ് ജർണയുടെ ഒരുപാട് ഉണ്ട്. ഇവിടെ അടിയിലൊക്കെ കാണുക ഇത്രയും സ്റ്റോക്ക് നിറഞ്ഞിരിക്കുകയാണ്. സിംഗിൾ പീസ് ഇല്ല, മുറിച്ചെടുക്കില്ല, റീറ്റെയിൽ ഇല്ല, ഓൺലി ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതും റോ സിൽക്ക് മെറ്റീരിയൽ. അതിൽ ഇത്ര ഹെവി വർക്ക്. ഇതിന്റെ
अलग अलग डिजाइन आएगा। ഓക്കെ 10 कलर आता। കുറച്ച് Right, ഉള്ളിലേക്ക് കയറിയാലേ ഇവരുടെ സ്പേസ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതെ, അതെ. അതുപോലെ തന്നെ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഈ സ്ലബ് ജർണ അതുപോലെ തന്നെ റോ സിൽക്ക് അതിന്റെ ഒക്കെ ഫുൾ കളക്ഷൻസ് ആണ്. ഡിഫറെന്റ് കളക്ഷൻസ് ആണ് ഈ കാണുന്നത്. ദാ ഈ ये फुल കാണുന്നത്. जॉर्जेट प्योर ये जॉर्ज। इतना सारा सब डिफरेंट है. अभी ये हाँ। कितना विड्थ सब कितना रहेगा? ये मिनिमम 20 मीटर कट रहता। हाँ विड्थ सब कितना विड्थ रहता है? 44 रहता। 44 का है ना? हाँ। हाँ 44ന്റെ വിഡ്ത്ത് ആണ് ഇത് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ये ഇത് प्योर जॉर्जेट। പ്യുവർ ജോർജറ്റിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ളത്. ഇതൊക്കെ നോക്കിയാൽ നല്ല സീക്വൻസ് വർക്ക് വരുന്നത്. एक्चुअल स्टार्टिंग प्राइस आप मतलब टोटल ओवरऑल का स्टार्टिंग प्राइस बता सकते हो? ഓപ്പൺ हो जाएगा. റേറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല. റേറ്റ് ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ 100 തന്നെ സ്റ്റാർട്ട്. 100 സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. അവിടെ പിന്നീന്ന് പറയുന്നുണ്ട് 100 റുപ്പീസ് ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകും. അപ്പൊ ഇതിന്റെ കളക്ഷൻ നമ്മൾ കണ്ടില്ലല്ലോ. അതാ ഇത് ഇങ്ങനെ പിങ്കില് വരുന്നുണ്ട്. അതുപോലെ ഇതിൽ വരുന്നത് ഈ ഫുൾ അതിന്റെ गोल्ड शेड आता है एक, ये गोल्ड शेड। പ്യുവർ ജോർജറ്റിൽ വരുന്ന ഡിഫറെന്റ് വർക്ക് കേട്ടോ. അപ്പൊ ഇത് ജോർജറ്റില്. ഇനി മുകളിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രിന്റ് को क्या बोलते हैं? ये राजा रानी प्योर बनारस जैकॉर्ड। പ്യുവർ ബനാറസ് ജക്കാർഡ്. ഓ ദാ രാജാറാണി പ്രിന്റ്. അങ്ങനെ പ്രിന്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് ആക്ച്വലി ലെഹങ്ക ഗൗണൊക്കെ തയ്ക്കാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിന്റെ കളേഴ്സുകളും ഉണ്ട്. നല്ല പ്രിന്റുകളും ഉണ്ട്. ഇതാ ഇതില് കളേഴ്സും ഉണ്ട്. നല്ല പ്രിന്റുകളും ഉണ്ട്. ഇതൊക്കെ അതിന്റെ പ്രിന്റ്സ് ആണ് ഇത് വരുന്നത്. ഇത് കണ്ടോ. ഇതില് മാന എന്തൊക്കെ കൗ. ഇത് കൂടാണ്ട് ഇവിടെ ഒരുപാട് പ്രിന്റ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഈ സാറ്റൻ ये चिनॉन है। ചിന്നോൺ. चिनॉन वर्क ചിന്നോണിലെ പൊസിഷൻ പ്രിന്റ് പൊസിഷൻ വർക്ക് എന്ന് പറയുന്നത് അത് വേറെ ഒരു സെപ്പറേറ്റ് ഉണ്ട്. അത് ഇതാ ഈ സൈഡിലാണ് ഈ മൊത്തം വർക്കുകൾ. ये प्योर नेचुरल। ഇത് Natural. പ്യുവർ നാച്ചുറൽ. ഓ എന്തൊരു ലൈറ്റ് വെയിറ്റ് ആണെന്നറിയോ. ഞാൻ ബണ്ടലെടുത്തപ്പോ വിചാരിച്ചു നല്ല ഈ ചിന്നോനെ. വാവ് അത് പ്യുവറിൽ കേട്ടോ. ये नेचुरल है। ഇത് നാച്ചുറൽ. ഓക്കെ ഇതിന്റെ ഡിസൈൻസ് നോക്കിയതാ. ഇതൊക്കെ ഇതിന്റെ ഡിസൈൻസ് നല്ല ഭംഗിയാട്ടോ. ഇതൊക്കെ സാരി അല്ല ശരിക്കും ലെഹങ്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതിന്റെ വേറെയും ഡിസൈൻസ് ഉണ്ട്. കളേഴ്സിലും അവൈലബിൾ ആണ്. ഇനി വൈറ്റ് ബേസ് മാത്രം വേണമെന്ന് പറയുകയാണെന്ന് വെച്ചാൽ വൈറ്റ് ബേസിലായിട്ടുള്ള കുറേ കളേഴ്സ് ഉണ്ട്. ഇനി ബ്ലാക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതാ കിടക്കുന്നു ബ്ലാക്ക്. പിന്നെ കളേഴ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതേ കിടക്കുന്നു അടിയിൽ മൊത്തം. അതിന്റെ വർക്ക് ഓരോന്ന് ഇങ്ങനെ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാട്ടോ. ഇതും അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ്. वैसे ये आप टिप दे सकते हो ये किस चीज के लिए जाएगा? ये ब्लाउज में जाता, टॉप में जाता। ऐसा, हाँ। ബ്ലൗസ് ഞാനത് മറന്നു. നല്ല പ്ലെയിൻ സാരി ഒക്കെ കൊടുത്തിട്ട് ഇത് ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തല്ലേ. ഓ ये प्योर जो ये डाइबल टिश्यू ഡയബിൾ. बीड्स आता हाँ। और विदाउट बीड्स भी आता। ഇത് ഡയബിൾ ആണ് കേട്ടോ. ഡയബിൾ മെറ്റീരിയൽ. അതിന്റെ വർക്ക് ഇവിടെ ഇരിക്കുന്നത് डिजाइन മൊത്തം. आता अलग अलग। ഇത് ഫുൾ അതിന്റെ ഡിഫറെന്റ് ഡിസൈൻസ് വരുന്നത്. അതില് ഫുൾ കട്ട് വർക്ക് അതുപോലെ തന്നെ ബീഡ് വർക്ക് അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇതില് Beads work भी ചെറിയ വർക്ക് വേണമെന്ന് വെച്ചാൽ ചെറിയ വർക്ക്. ഈ കോസ്മോ नहीं, ये प्योर बीज, यही प्योर डाइबल टिश्यू है। പ്യുവർ ഡയബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് കാണുന്നത് വർക്ക് കുറവുള്ളത് വേണമെങ്കിൽ കുറവുള്ളതുണ്ട്, കൂടുതൽ വേണമെങ്കിൽ കൂടുതലുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു പ്യുവറിൽ വരുന്ന ഒരു സംഭവമാണ്. പിന്നെ കുറച്ച് നല്ല അടിപൊളി കോട്ടന്റെ മെറ്റീരിയൽ. ഇത് ഇക്കത്തൊക്കെ ये प्योर कॉटन इकत है। ഇത് प्योर ഫുൾ कॉटन इकत। ഇക്കത്തിന്റെ ഡിഫറെന്റ് ആണ് കേട്ടോ. ഹാൻഡ്ലൂം ടച്ച് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് ഇത് വരുന്നത്. ഇവിടെയും ഉണ്ട് നമുക്ക് कॉटन മെറ്റീരിയൽസ് വരുന്നത്. പിന്നെ കുർത്തീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ज्यादा करके कुर्ती में जाता है ना? हाँ, कुर्ती टॉप में जाता। हाँ ये देखो, ये नहीं, कॉटन चेक्स। ഇത് കുർത്തിയിൽ പോണത്. ये तो बहुत मतलब प्यारा मटेरियल है. ये मटेरियल ये मटेरियल को क्या बोलते हैं? മൽച്ചന്തേരി. മൽച്ചന്തേരി മെറ്റീരിയൽ ആട്ടോ. നല്ല പ്യുവർ ആയിട്ടുള്ളതാണ്. നമുക്ക് ആ ഫീലിംഗ് കിട്ടുന്നത്. എന്നാലും അവരുടെ വായുന്ന നമുക്ക് കിട്ടണ്ട എന്താ സംഭവം. അതിന്റെ ഡിഫറെന്റ് കളേഴ്സും ഉണ്ട് बीड्स കേട്ടോ. भी आता है इसमें। ഓ മൽച്ചന്തേരിമേ मलचंदरी में बीड्स भी आता है। മൽച്ചന്തേരിയിൽ ബീഡ്സും വരുന്നുണ്ട്. എന്നാൽ എംബ്രോയിഡറി വർക്ക് വേണമെന്ന് വെച്ചാൽ എംബ്രോയിഡറി വർക്കും ഉണ്ട്. ഇത് മൽച്ചന്തേരിയിൽ വരുന്നത്. സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് കോട്ടൺ നിറവാണ്. ഇവിടെ ये रॉ सिल्क बुट्टा आता, मलबेरी। റോ സിൽക്ക് मलबेरी बुट्टा। मलबरी बुट्टा. ये बूटा का नाम बोलते हैं मलबरी बुट्टा. मलबेरी रॉ सिल्क में मलबेरी बुट्टा है। റോ സിൽക്കിൽ മൽബറി ബൂട്ട. അതില് വലിയ ബൂട്ടുണ്ട്, ചെറിയ ബൂട്ടുണ്ട്. അതാ അതിന്റെ സ്റ്റോക്ക് കാണാം. ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വന്നാൽ അതേ സ്റ്റോക്ക് കാണാൻ പറ്റും. ഇതാ
ഈ കാണുന്നത് ഫുൾ അതിന്റെ ഡിഫറെന്റ് സ്റ്റോക്കാണ് ഇരിക്കുന്നത്. അപ്പൊ റോ സിൽക്കാണ് മെയിൻ ആയിട്ട്. ഫാബ്രിക്സ് ഇഷ്ടംപോലെ ഉണ്ട്, ഡിസൈൻസ് ഇഷ്ടംപോലെ ഉണ്ട്, വന്ന് നോക്കുക. പിന്നെ എടുക്കുമ്പോൾ ബൾക്കായിട്ട് എടുക്കണം എന്ന് മാത്രം. അതുപോലെ അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ സംഭവം ക്രഷ് ആണ്. हाँ क्रश ഇത് ക്രഷില് ഈ സാഡി മേ ബി ജാത്ത है ना? हाँ साड़ी हाँ। दुपट्टा സാഡി ദുപ്പട്ട അങ്ങനത്തെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയണേ. ഇതില് ഒരു പീസ് ഒന്ന് എടുക്കാനൊക്കെ എന്താ മാർഗം? ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, ഇത് മുകളിലല്ലേ, ഇത് എങ്ങനെ എടുക്കൂ? ഒന്ന് വലിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ഇതാണ് ക്രഷ് മെറ്റീരിയൽ കേട്ടോ. അപ്പൊ ദുപ്പട്ടയ്ക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ये साड़ी यूज होता हाँ, साड़ी हाँ। में भी यूज होता സാരിക്ക് മെയിൻ ആയിട്ട് യൂസ് दुपट्टा ചെയ്യുന്നത്. साड़ी പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കോട്ടൺ आपके पास कुछ ज्यादा ही है ना? कॉटन का पूरा ज्यादा है കോട്ടന്റെ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം കോട്ടന്റെ ഫുൾ കളക്ഷൻസ് ആണ്. കോട്ടൺ മാത്രമാണ് മെയിൻ ആയിട്ട്. ये कॉटन बूटा आता കോട്ടൺ कॉटन बूटा കോട്ടണിലെ ബുട്ട വർക്ക്. ഇത് ത്രെഡ് വർക്കാണ് കേട്ടോ ഇത് വരുന്നത്. ये ചെക്കില് ഉം. ചെക്കില് വരുന്നുണ്ട്. ഇതൊക്കെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം, ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും. കോട്ടണിൽ പിന്നെയും നോക്കുകയാണെങ്കിൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം കോട്ടന്റെ വെറൈറ്റി കളക്ഷൻസ്. ഫുൾ കോട്ടന്റെ വെറൈറ്റീസ്. ये टिश्यू बॉर्डर आता विदाउट इधर बॉर्डर भी टिश्यू आता हाँ. अभी तो ये फेस्टिवल में ब्लाउज के लिए ज्यादा हाँ, यूज होता है. ये ഇത് बॉर्डर ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. बॉर्डर आता ഓ ഇത് ബോർഡറിൽ വരുന്നുണ്ട്, ബോർഡർ ഇല്ലാത്തതും വരുന്നുണ്ട്. പിന്നെ ടിഷ്യൂല് തന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ്, അങ്ങനെ ഡിഫറെന്റ് വരുന്നത്. गोल्ड ടിഷ്യൂല് തന്നെ ഗോൾഡും സിൽവറും. ഇത് ഇരിക്കുന്നതൊക്കെ ഡിഫറെന്റ് ബുട്ട. ഇതൊക്കെ നോക്കിയേ, ചിലതിപ്പോ ഒരുമിച്ച് ഒരുപോലത്തെ വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്തിട്ട് വैसे कस्टमाइज होता है क्या? हाँ कस्टमाइज കസ്റ്റമൈസ് जो चाहिए हमको कलर जो डिजाइन चाहिए സെലക്ഷൻ ചെയ്യാം, അതുപോലെ കസ്റ്റമൈസ് ചെയ്യാം, എല്ലാം ഇവിടെ നടക്കും. എനിക്ക് മൽച്ചന്ദന് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഡയബിൾ ये डाइबल बॉर्डर ओ बॉर्डर वर्क. लहंगा में यूज ये खोल सकते हो क्या हाँ, मेरे को? खोल दिखा, सकते हो। आप जरा खोल के दिखा. निकल गया, वाह. ये बॉर्डर दिखाना था ना इसके लिए. ദാ ഇത് ഇങ്ങനെ ബോർഡർ വരുമ്പോഴാണ് ഇതിന്റെ ഒരു ഫീലിംഗ് അറിയുള്ളൂ. ഇതില് ബോർഡർ വർക്ക് വരുന്നുണ്ട്, അതിൽ ഡിഫറെന്റ് ബോർഡേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ബോർഡേഴ്സ് ഇഷ്ടമുള്ള നമുക്ക് ചൂസ് ചെയ്യാം. और ऑनलाइन में भी आप ऐसा ऑनलाइन में भी कर दोगे ना? പിന്നെ ഈ കാണുന്ന ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ആക്സസ്, ചിക്പേട്ടിലെ ഒരു കട എന്നുള്ള ഒരു ആക്സസ് മാത്രമുള്ള. പക്ഷെ എന്നാൽ ഇവർക്ക് ഗോഡൌൺസ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ സ്ഥലത്തൊക്കെ കുറെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. कोरा कॉटन കോറ കോട്ടൺ കോട്ട് സെറ്റിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. मैं क्या बोल रहे थे, अभी ये जो दिख रहा है तो ये जो चिकपेट पे जो आता है मार्केट में लोग आते हैं तो उड़ने के लिए एक्सेस के लिए ये जगह चुना है आपने. लेकिन हाँ. आपका जो गोडाउन भी है ना बहुत. हाँ गोडाउन में भी है. അപ്പൊ ഇത് കോറ കോട്ടണില് ഇങ്ങനെ ഒരു എംബ്രോയിഡറിയുടെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കോട്ട് സെറ്റിന് മെയിൻ ആയിട്ട് പോകുന്നത്. അതിന്റെ ഡിഫറെന്റ് ഡിസൈൻസ് വരുന്നുണ്ട്. ഇതും ഡിഫറെന്റ് ഡിസൈൻസ്, ഇതും ഡിഫറെന്റ് ഡിസൈൻ, അങ്ങനെ ഡിസൈൻസ് ഉണ്ട്. ഡിസൈൻ അവിടേക്ക് ഇവിടേക്കൊന്നും നോക്കേണ്ടത്, ഈ ഇവിടെ നോക്ക്, ഫുൾ കോറ കോട്ടന്റെ കളക്ഷൻ. ഇത് മൊത്തം ആ മുകളിലിരിക്കണതും അതന്നെ ഫുൾ. അപ്പോൾ വരാൻ നോക്കുക. പിന്നെ റേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വൽ 100 റുപ്പീസ് തൊട്ടാണ് സ്റ്റാർട്ടിങ് റേറ്റ്. 100 റുപ്പീസിൽ മുകളിൽ ഇങ്ങനെ ഒരു 2000 3000 റേഞ്ച് വരെയൊക്കെ ഉണ്ട്. നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല, ഹോൾസെയിൽ ആയതുകൊണ്ടേ. പിന്നെ വരുന്നത് ഇതാ കോട്ടൺ, ഫ്ലെക്സ് കോട്ടൺ. ഫ്ലെക്സ് കോട്ടൺ. കോട്ടണിൽ തന്നെ എത്ര കോട്ടൺ ഉണ്ട്? 40-60 ഉണ്ട്, 60-60 ഉണ്ട്, 100 കോട്ടൺസ് ഉണ്ട്, ഫ്ലെക്സ് കോട്ടൺ ഉണ്ട്, കാംബ്രിക് കോട്ടൺ ഉണ്ട്. എത്ര കോട്ടൺ വേണം? ഇത് ഫുൾ ഇങ്ങനെ കോട്ടന്റെ കളക്ഷൻസ്. ഏരിയോൺ കോട്ടൺ പ്രിന്റ്. ഇത് റയോണിൽ ഇങ്ങനെ ഫോയിൽ പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ കുർത്തീസിനാണ് മെയിൻ ആയിട്ട് പോകുന്നത്. ഇത് കുർത്തീസിൽ കേട്ടോ. ഇത് കളർ ഷെയ്ഡ്സും വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ इसमें होगा तो ये 20 मीटर है क्या? 20 मीटर 44 का विड्थ है, 44 का. अब 44 അങ്ങനെ തന്നെ എടുക്കണം. कट करके नहीं देंगे ना? नहीं मिनिमम होलसेल. 10 हाँ, मीटर तो होलसेल. वही बोलो होलसेल है करके. होलसेल हाँ, ओनली होलसेल, नो റീറ്റെയിൽ. അപ്പൊ ഇതും കോട്ടൺ തന്നെയാണ് കേട്ടോ. കോട്ടന്റെ ഈ ഒരു ബൾക്ക് സംഭവം ഇത് കാണുന്നത് ബോട്ടിക് കോട്ടൺ. കോട്ടൺ ബുട്ടിക് കോട്ടൺ. ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വേണമെന്ന് വെച്ചാൽ 4 कलर आता है. 4 കളർ. 10 to 15 ഡിസൈൻസും അവൈലബിൾ ആണ്. അത് കോട്ടണിൽ തന്നെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതലുണ്ടെന്ന്. കാരണം അത്രയധികം സ്റ്റോക്സും ഉണ്ട്. ഡിസൈൻസ് മാത്രം ഈ പറയണത് 10 to 15 ഡിസൈൻസ് എന്ന് പറയുന്നത്. ഇനി ഇധർ से तो हमने देखा ही नहीं है. हाँ, एक ഐറ്റം ആറാംസെ देखो. ഓരോന്ന് സമാധാനമായിട്ട് ഇരുന്ന് നോക്കാന്ന് പറയണത്. ഇത് വരുന്നത് നമുക്ക് फेंडी. हाँ, ये वाला कौन सा कलर? हाँ, फेंडी. व्हाइट में ही निकालो, वही अच्छा है. ये प्योर विचित्र. ഇത് വിചിത്രമാണ്, ഇത് ഫെൻഡി ആണ്. രണ്ടും മെറ്റീരിയൽ ഡിഫറെന്റ് ഉണ്ട് കേട്ടോ.
ഇതിന് കുറച്ച് ഷൈനിങ് ഉണ്ടാവും, ഇത് ഷൈനിങ് ഇല്ലാത്തത്. അപ്പൊ ഫെൻഡി വേണമെങ്കിൽ ഫെൻഡിയിൽ ഇങ്ങനെ ബൂട്ട വർക്ക്, അതിൽ ബോർഡർ വേണമെങ്കിൽ ബോർഡർ വർക്ക് വരുന്നുണ്ട്. ಇದು പിന്നെ ಕಾಸ್ಮೋ ಬೂಟ കോസ്മോ, ആ ಕಾಸ್ಮೋಸ್ ഇത് കോസ്മോ. കോസ്മോയില് ഇതേ ചെറിയ ബൂട്ട, വലിയ ബൂട്ട, എന്ത് വേണം അത്രയും കളക്ഷൻസ് ഉണ്ട്. इवन आप आपको कौन सा लैंग्वेज बोलते हो? अभी यहाँ पे मलयालम वाले लोग आएंगे तो आप मलयालम बोलो. मलयालम में डील हो जाएगा. होता है, थोड़ा थोड़ा आता है हाँ Only for Kerala के लिए. കേരള അപ്പൊ മലയാളംകാരുടെ ഡീൽ ചെയ്യാം. ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഉണ്ടെന്നാ പറയണത് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഒരു ഫെൻഡി ഒരു സൈഡായി. ഇത് മെയിൻ ഫാബ്രിക് ആണ് കേട്ടോ. ഇതിലും ഉണ്ട് ഈ ഫെൻഡി മേ വർക്ക് हाँ फंडी वर्क ആ ഇത് ഫെൻഡിയില് വർക്ക് കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ഫെൻഡിയിൽ ഇങ്ങനെ നമുക്ക് വലിയ വർക്ക്, ചെറിയ വർക്കായിട്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഫുൾ മെയിൻ ഫാബ്രിക്കിൽ വരുന്നത്. ഇതും ദാ മെയിൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ്, है ना? ಇದು ಪ್ಯೂರ್ ये लाइन border हाँ एक निकाला हुआ है यहाँ पे. ദേ ആ മുകളിലത്തെ സംഭവം ഞാൻ ഇങ്ങനെ ഇറക്കാൻ പറഞ്ഞത് അതാ. ഇത് സാരിയിൽ കൂടുതൽ പോകുന്നത് അല്ലേ? വിചിത്രയിലാണ് കേട്ടോ ഇത്. വിചിത്രയിൽ ഇങ്ങനെ ഫുൾ ലൈൻസ് വന്നിട്ടുള്ള ഒരു സംഭവം. एक मिनट एक ये भी दे ഹാ ഒരെണ്ണോട് എടുത്ത് കാണിക്കാന്ന് പറയുന്നുണ്ട്. दो ನೋಡಿ ആ ലൈൻ डबल साइड ഇല്ലാത്തത്. बॉर्डर आता, टू साइड बॉर्डर आता, ഓക്കെ ഓക്കെ. साड़ी दुपट्टा അതെ സാരിയിൽ പോവും, ദുപ്പട്ടയിൽ പോവും, എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. ടാലന്റ് ഉള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തതിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഈ അടിയിലൊക്കെ ഫെൻഡി തന്നെയാണ് കേട്ടോ. ഇതിലൊക്കെയും ഡിഫറെന്റ് അപ്പൊ ഈ കാണുന്നതൊക്കെ ഫെൻഡി തന്നെയാണ്, നിലത്ത് ഇരിക്കുന്നതൊക്കെ. ഈ ये कॉस्मो टिश्यू बुट्टा കോസ്മോ ടിഷ്യൂ कॉस्मोस वर्क വർക്ക്. ഇത് ഇത് ആക്ച്വലി कलर आता 15 ആ कलर ഇത് ആക്ച്വലി കളേഴ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് അതിന്റെ കളേഴ്സ് ടൈപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ്. മുകളിൽ നോക്കുകയാണെങ്കിൽ മുകളിലും ഉണ്ട് ഡിഫറെന്റ് കളേഴ്സ്, ഡിഫറെന്റ് ഡിസൈൻസ് അതിലും അവൈലബിൾ ആണ്. പിന്നെ ചെക്ക് तो अभी थोड़ा ट्रेंड पे चल रहा है. ചെക്സ് रेगुलर आइटम है. हाँ नया नया डिजाइन मिलता है. ഇത് റെഗുലർ ഐറ്റം ആണ് കേട്ടോ. ഇത് ചെക്കില് നല്ല മൂവിങ് ആണ്. ये तो बहुत ज्यादा ही मूविंग है. 10 colors. ये सना 10 सिल्क designs, 25 सिल्क colors. आइटम സിൽക്ക് ഐറ്റംസ്. ആ അതാ ഇത് ചെക്കുള്ളത്, ഇത് ചെക്ക് ഇല്ലാത്തത്. ആ ഒരു മാറ്റം മാത്രമാണ്. ഇതൊരു നമുക്ക് ബ്ലൗസ് ആയിട്ട് നന്നായിട്ട് മൂവിങ്. പിന്നെ പാവാടയുടെ മുകളിൽ ടോപ്പ് തയ്ക്കാനായിട്ട്, ക്രോപ്പ് ടോപ്പ് തയ്ക്കാനായിട്ട് ഒരു നാടൻ സ്റ്റൈലില് നമുക്ക് ಇದು പിടിക്കാം കേട്ടോ. മൽചന്ദരി ബുട്ട ആ कलर आता 15 कलर्स 15 കളേഴ്സ് കിടക്കണു മുകളില്. ഏത് കളർ? ബ്ലാക്ക് ഒക്കെ നല്ല അടിപൊളി ഷെയ്ഡല്ലേ. ബ്ലാക്ക് ആയാലും പിങ്ക് ആയാലും എല്ലാതും നല്ല നല്ല ഷെയ്ഡാണ് അല്ലെ. മൽചന്ദേരി मलचंदेरी എപ്പോഴും ട്രെൻഡ്. മൽച്ചന്ദേരി तो ट्रेंड पे ही चलता रहता है हमेशा ना, ज्यादा ही ट्रेंड. ആ പിന്നെ നേരത്തെ നമ്മൾ എടുത്തില്ലേ ഇങ്ങനത്തെ ഒരു സംഭവം, ഈ इसको क्या बोलते हैं? ചൈന സിൽക്ക്, സൈന സിൽക്ക്, डिजाइन अलग अलग आता സൈന സിൽക്ക്. ഈ एक मिनट हाँ बोलिए ना. साइना सिल्क. हाँ इसमें 10 डिजाइन है, 25 कलर्स ऑल डिजाइन. ആ 25 കളേഴ്സ് ഉണ്ട്. സൈന സിൽക്ക് ആണ്. ഈ ഫുൾ അതിന്റെ കളക്ഷൻസ് ആണ്. കളേഴ്സ് നിങ്ങൾക്ക് ചോദിച്ചുണ്ടാവും കേട്ടോ ഇഷ്ടംപോലെ. പിന്നെ ഇതിൽ തന്നെ ചെക്ക് നേരത്തെ കാണിച്ചില്ലേ, ഇത് ചെക്കാണ്. രണ്ടും മാറ്റുണ്ട്. ഇത് ചെക്ക്, ഇത് ചെക്ക് അല്ലാത്തത് കേട്ടോ. जो साइना सिल्क मल्टी जैकॉर्ड है. ഓക്കെ ഇത് മൾട്ടിയില് मल्टी ഇത് ഇതിലും കളേഴ്സ് ഉണ്ട്. ഇതില് कलर्स 25 इसमें तो बहुत कलर है. 25 कलर्स. ഓ 25 കളേഴ്സ് ഉണ്ട് കേട്ടോ. एक्सक्लूसिव कलर, एक्सक्लूसिव डिजाइन. ഓക്കെ ഇതില് 25 കളേഴ്സ് ഉണ്ട്. അതുപോലെ ചെക്ക് കണ്ടില് ചെക്കില് ഈ ഫുൾ കളേഴ്സ് ചെക്കില് വരുന്നത്. പിന്നെ ഉണ്ട് ഇഷ്ടം പോലെ. मतलब बहुत सारा डिफरेंट പ്രിന്റ് വേണ. 25 डिजाइन है. വീവിങ്സിലുണ്ട്, പ്രിന്റിലുണ്ട്. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ हमारा जो गोल्ड Gold, वाइट white, सिल्वर, ये इसका और वो वहाँ पे जो है उसमें वो डिफरेंस क्या है? डिफरेंट है, वो क्वालिटी डिफरेंस है. ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്നത് ഫുൾ വർക്ക് ഉള്ളതാട്ടോ. ഇത് ഫുൾ ഇങ്ങനെ അല്ല വീവിങ്ങിലാണ് വരുന്നത്. ഇതിൽ തന്നെ കുറച്ചുകൂടി വർക്ക് കൂടിയ ടൈപ്പ് ആയിട്ടുള്ളത്. बनारस ब्रोकेट जैकॉर्ड है. ये ज्यादा किसके लिए यूज होता है? ये ब्लाउज के लिए. Only ब्लाउज के लिए ना. हाँ ഷെർവാണി, മെൻസിന്റെ ഷെർവാണി അതിനൊക്കെ കൂടുതൽ പോകുന്നതാണ് കേട്ടോ. ആക്ച്വലി ഇത് കണ്ടപ്പോഴേ ഈ ഇവിടെ ഗോൾഡും അതുപോലെ ഇതൊക്കെ കണ്ടപ്പോ ബ്ലൗസിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ അതും ഇതൊക്കെ ഒന്നാണെന്നാ വിചാരിച്ചത്. അപ്പൊ ആ ക്വാളിറ്റി ഇരിക്കണതും ഈ ക്വാളിറ്റി ഇരിക്കണതും രണ്ടും ഡിഫറെന്റ് ആണെന്നാ പറയണത്. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ട് കടക്കാം. അതിന് മുന്നേ ഇതാ ഇതിന്റെ ഡിസൈൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ കാണുന്ന ഡിസൈൻസ് ആണ് കേട്ടോ. പിന്നീട് വരുമ്പോൾ അത് മാറ്റങ്ങളുണ്ടാവും, ഡിസൈൻസ് മാറ്റങ്ങളുണ്ടാവും. കളറൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഈ ഡിസൈൻ ഈ കളറിൽ തന്നെയായിരിക്കും മിക്കതും കിട്ടുക. പിന്നെ വരുന്നത് डोला सिल्क. डोला सिल्क. यस डोला सिल्क ज्यादा ही सॉफ्ट रहता है. ज्यादा सॉफ्ट हाँ, है. सॉफ्ट साड़ी है. पे जाता है ना? साड़ी में भी हाँ. जाता है. डोला सिल्क അതിൽ തന്നെ വലിയ ബൂട്ടാസ്, डिजाइन ചെറിയ ബൂട്ടാസ്, सिलेक्शन
सिलेक्शन है मतलब सिलेक्शन है आपके पास? हाँ सिलेक्शन बहुत। फुल सिलेक्शन मिलेगा ओ एक्सक्लूसिव एक और फ्लावर्स का है ना हाँ फ्लावर्स का भी एक और है आप जरा दिखा दो इधर ये साइड है ദാ हाँ वो का സംഭവം ഉണ്ട് കേട്ടാ ദാ ये डिजाइन से पूरा कलर आता है ഇതൊക്കെ സാരിയൊക്കെ ഉടുത്തല്ലേ കളർ വേറെ ഉണ്ടെങ്കിൽ നോക്കി നോട്ട് ചെയ്ത് വെച്ചു बता दियो ना ദേ बता ദേ ദേ ഇത് ഡിഫറെന്റ് കളേഴ്സില് कलर्स डिफरेंस പിന്നെ നമ്മൾ ചെക്കിൽ കണ്ടതിൽ തന്നെ ദേ ഇപ്പുറത്തെ സൈഡ് മൊത്തം ആ ഒരു സംഭവം തന്നെ കേട്ടോ ഈ ഫുൾ കാണുന്നത് ഈ ഫുൾ ചെക്കില് നമ്മൾ കാണിച്ചതിന്റെ തന്നെ ഡിഫറെന്റ് ഇരിക്കുന്ന സംഭവം സ്റ്റോക്ക് ഇഷ്ടമല്ല मतलब स्टॉक तो कुछ ज्यादा ही है फुल स्टॉक और है ये full क्या है ये हकोबा वो हकोबा ये लाइन में आओ हाँ हकोबा आप इधर आओ अंकल एक मिनट आता हकोबा कॉटन वो भी है ना बता दो एक एक पीस बता दो हाँ हकोबा कॉटन ये टिश्यू डाइबल ടിഷ്യൂ ഡിജിറ്റൽ डिजिटल प्रिंट ഡിജിറ്റൽ हाँ ടിഷ്യൂല് ഡിജിറ്റൽ ഉം. അങ്ങനെ ഡിജിറ്റലിന്റെ തന്നെ പ്രിന്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ കാണുന്നത് മൊത്തം അതിന്റെ ഡിഫറെന്റ് ഡിജിറ്റൽ പ്രിന്റുകളാണ് വരുന്നത് डिफरेंट डिजाइन्स डिफरेंट ഇതൊക്കെ कलर्स കൂടുതൽ കുർത്തീസിൽ പോവും कुर्तीस ब्लाउज ബ്ലൗസ് പീസ് മേ ബി ജാത്ത हाँ ब्लाउज में भी जाता ഓ ബ്ലൗസിലും പോകുന്നുണ്ട് ഇതിലും നമുക്ക് ഡിഫറെന്റ് ഡിസൈൻസ് ഒക്കെ കിട്ടും കേട്ടോ ഫുൾ ഡിജിറ്റൽ പ്രിന്റിന്റെ ഏരിയ ആണ് ഈ ഒരു ഏരിയ है अरे कर देना ये थोड़ा बताओ ദാ അങ്ങനെ അപ്പൊ ഈ സൈഡ് കഴിഞ്ഞില്ലേ അപ്പൊ ये सब क्या है ये सामने जो वो पड़ा है ये- कॉटन डिजिटल ये कॉटन में डिजिटल अभी जो दिखाया था ये जो मटेरियल वो कौन सा है ये टिश्यू डिजिटल प्रिंट ये कॉटन കോട്ടൺ ഡിജിറ്റൽ പ്രിന്റ് രണ്ടും മെറ്റീരിയൽ മാറ്റുണ്ട് ഡിജിറ്റൽ പ്രിന്റ് സെയിം ആണെന്ന് മാത്രം സെയിം कोटा चेक्स ഓ കോട്ട ചെക്സ് കോട്ട ചെക്കില് ഇങ്ങനെ ഫുൾ ഒരു ബൂട്ട വർക്ക് വന്നിട്ടുള്ളത് बूटा अलग अलग कलर अदले? अलग अलग डिजाइन डिजाइन भी अलग है वर्क अलग भी भी। अलग है कोटा चेक भी आएगा सब कुछ हाँ और ये ये अकोबा हकोबा हैवी क्वालिटी है हकोबा तो हमेशा रहता है वो कभी ट्रेंड evergreen है, निकलता ही कभी भी नहीं है चलता है और हाँ അതിന്റെ സ്റ്റോക്ക് നോക്ക് കളേഴ്സ് നോക്കട്ടെ ഈ ഫുൾ ഹക്കോബയാണ് കോട്ട് സെറ്റ് ഒക്കെ സൂപ്പർ ആയിരിക്കും ഇടാനായിട്ട് ഇത് ഫുൾ കോട്ട് സെറ്റ് ഹക്കോബേര കോട്ട് സെറ്റ് അല്ല ഹക്കോബേര प्योर कॉटन प्योर बिजली जी ये बिजली सी हाँ है ये बिजली जी है ओ അപ്പൊ ये थोड़ा अच्छा है मतलब ये हाँ थोड़ा कॉस्ट ക്വാളിറ്റി ആ ഇത് കോസ്റ്റ്ലി ആണ് ക്വാളിറ്റിയും കൂടുതലാണ് ബിസിലിസി മെറ്റീരിയൽ ആണ് ഹക്കോബയാണ് ഇത് അതിനെ ये कॉटन प्योर कॉटन പ്യുവർ കോട്ടണില് പക്ഷെ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് കോട്ടൺ ആയാലും ബിസിലിസി ആയാലും രണ്ടിനും പ്രാധാന്യമുണ്ട് രണ്ടും വെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യണവർക്ക് അറിയാം എങ്ങനെയാ പക്ഷെ യൂസ് ചെയ്യുന്നതല്ല ഇവിടെ വിൽക്കാനുള്ളത് മാത്രമേ ഉള്ളൂ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ എന്താ സംഭവം ഉദർക്ക ये भी कॉटन ब्रॉकेट हाँ ये कलम तो बता दिया नहीं हाँ ये तो बता दिया हमने नहीं इसमें दिखाना। आपको एक एक पीस दिखाना पड़ेगा हाँ ये दिखाएंगे ना हम लोग ये ये पहले- ये ഓരോരോ पहले दिखा दो പീസ് എടുത്ത് കാണിക്കണമെന്നാ പറയണത് ദാ इसमें डिजाइन ना डिजाइन अलग अलग हाँ ये अगले लेने ये थोड़ा आगे लेंगे तो हम लोग एक एक हाँ, डिजाइन एक दिखा एक सकते डिजाइन हैं दिखाना है दे ഇതില് डिजाइन ये तो सॉफ्ट कॉटन है ना ये सब हाँ मतलब कॉटन में ही पूरा मिक्स करके रखा हुआ है हाँ आएगा വെറുതെ അല്ല പറഞ്ഞത് എല്ലാം കൂടി എടുത്ത് കാണിക്കണം എന്നുള്ളത് ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഇക്കത്തില് ഇതാ ഇത് ഇക്കത്തിലാണ് വരുന്നത് वो मत करो। ये थोड़ा क्लियर करने दो അപ്പൊ ഒരു ബ്രേക്ക് വേണ്ടി വരും ഒരു മിനിറ്റ് ഇതൊന്ന് ये क्लियर करना है ना हाँ आपको ये कलर का हाँ क्लियर ഒരു മിനിറ്റ് ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ हो गया आपका क्लीनिंग थोड़ा और शायद बाकी है पूरा सिलेक्शन അപ്പൊ ഇവരെന്തായാലും ഇവിടെ ക്ലീൻ ചെയ്തിട്ട് അപ്പോഴേക്കും നമുക്ക് एक्चुअली आप यहाँ पे क्लीन करो तब तक मैं इसको पकड़ती हूँ वहाँ पे क्या है देखने के लिए आप यहाँ पे आओ वहाँ पे जो लेडीज लोग हैं वो बैठ के क्या कर रहे हैं मतलब वो सेक्शन क्या है जरा दिखाओ ना वो ठीक है हाँ आ जाओ ആക്ച്വലി ഇവിടെ അവിടെ കുറച്ച് കാണിക്കാനുണ്ട് നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു കളക്ഷൻ കൂടി കാണിച്ചിട്ട് പോവാം പിന്നെ ഇവിടെ എന്താണ് ഈ ലേഡീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് चेकिंग चेकिंग भी यहाँ पे होता है हाँ चेकिंग होता है ना वो मीटर सो क्या है बेबी उसमें ओ वो सब इधर ही होता है हाँ, मतलब मीटर चेकिंग कटिंग कटिंग भी यहाँ पे ही होता है ओके ओके डन किसी को डन 10 मीटर होना तो कटिंग करके देना ओके, 20 मीटर होना कटिंग करके देना 20 मीटर्स ऐसा देते हो आप लोग? देते हो देते हो ओके അപ്പൊ എന്തായാലും ഇവിടെ ചെക്കിംഗ് നടക്കട്ടെ അതുപോലെ തന്നെ ये फुल जो रैक है वो सब किस चीज का रैक है मतलब ब्लाउज का ये सब ब्लाउज का है Blouse, एक्चुअली ये work. ब्लाउज का सेक्शन में हम लोग बाद में आएंगे കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലൗസിന്റെ സെക്ഷനിലേക്ക് വരാം हम कुछ कॉटन का दिखा रहे थे वहाँ पे थोड़ा मेसी हो गया था तो उसका कुछ डिजाइन दिखाते हैं हाँ डिजाइन दिखा तो ये लोग यहाँ पे करने दो आप लोग चेकिंग कर लो उसके बाद तो कॉटन की तरफ चलते हैं चलते ആ കോട്ടന്റെ അടുത്തേക്ക് പോകാം നമുക്ക് കോട്ടന്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിക്കാനുണ്ടെന്ന് പറഞ്ഞു ये साइड का मैडम डिजाइन है इससे फोर्स कलर्स आता है मैं डिजाइन बता देते हैं ठीक है അപ്പൊ ഇത് ഫുൾ കളക്ഷൻസ് ആണ് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഇരിക്കുന്നത് അല്ലാതെ ഓരോന്നോരോന്നും എടുത്ത് കാണിക്കാനായിട്ട് പോസിബിൾ അല്ല പക്ഷെ നമുക്ക് കുറച്ച് ഡിസൈൻസ് നമുക്ക്
कानिकाम आप ये डिजाइन डिजाइन्स ये डिजाइन बोले तो ये फुल 4 कॉटन कलर्स ही है हाँ क्या? फुल कॉटन है हाँ ये कॉटन बोले तो कौन सा कॉटन आता है इसमें? ये तो मिक्स है मैडम മിക്സ് कॉटन കോട്ടൺ ഓ എല്ലാം കോട്ടൺ ഉണ്ട് കേട്ടോ ഇതിൽ മിക്സ് ആയിട്ടാണ് दो വെച്ചിരിക്കുന്നത് डिजाइन्स ഇതിന്റെ ഡിസൈൻസ് ഇപ്പൊ കാണിക്കണേ ദാ കോട്ടന്റെ ഇതും കോട്ടൻ വാർലിക ये क्या है? ये नारियल नारियल हाँ आपका नारियल नारियल वो हिरन കേരള സ്പെഷ്യൽ ഇത് വേറൊരു ഡിസൈൻ ഇതും വേറൊരു ഡിസൈൻ കോട്ടൺ തന്നെ ഇതും കോട്ടണിൽ തന്നെ വരുന്നത് കേട്ടോ ഇപ്പൊ ഇതിൽ തന്നെ എല്ലാം തരം പ്രിന്റ്സ് ഉണ്ട് കേട്ടോ കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് दो एलिफेंट हाँ ये इधर का लैंग्वेज में क्या बोलते हैं एलिफेंट को? मालूम नहीं मैं कन्नड़ में क्या बोलते ഞാൻ കർണാടകക്കാരനല്ല ഞാൻ ഓ इधर ഒട്ടകം what ഇതും ഒരു പ്രിന്റ് elephant. മയില് ആ और എന്തൊക്കെ इसका വേണം. 4 कलर्स आता है ये 4 कलर्स आता ഓ ഈ ഇതിന്റെ തന്നെ അല്ലേ ആ वन डिजाइन 4 कलर्स ഒരു ഡിസൈൻ തന്നെ അതിലാണെങ്കിൽ 4 ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും അങ്ങനെയാണ് ഈ ഫുൾ ഇങ്ങനെ നിറച്ചിരിക്കുന്നത് സൈഡൊക്കെ കണ്ടാ അറിയാം തന്നെ ഏകദേശം കണ്ട ഇതില് കുറേ ഇരിക്കുന്നുണ്ട് വന്നു നോക്കൂ ഇഷ്ടം പോലെ ബൾക്ക് ഇപ്പൊ ഇവിടെ നിലവിൽ ഉള്ളത് മാത്രമാണ് കാണിക്കുന്നത് ഇതിന്റെ അപ്പുറത്തേക്ക് ഇനിയും കാണാൻ കിടക്കിട്ട് സ്റ്റോക്ക് ഇഷ്ടം പോലെയാണ് वैसे ये तो थोड़ा ही मेरे ख्याल से अभी स्टॉक में तो भरा भरा पड़ा है हाँ जितना जगह उधर ही तो हम लोग रख सकते हैं है ना हाँ और भी ये 36 में है ये ब्लाउज में देखिए ഇത് ബ്ലൗസില് हाँ हाँ इक्कत डिजाइन ये दिक्कत है ब्लाउज से ना तो उधर भी ब्लाउज है इधर भी ब्लाउज है थोड़ा कंफ्यूजन हो गया है मतलब रखने के लिए जगह नहीं इधर रखने का जगह वो रेक के हिसाब से ना बड़ा पन्ना छोटा पन्ना है इसीलिए ओ इधर ये बड़ा पन्ना है छोटा पन्ना है ये छोटा पन्ना छोटा पन्ना है ओके ओके इसमें 2-3 क्वालिटीज आता है ओके ये कोबा का है छोटा पन्ना ഇത് ഹക്കോബ നേരത്തെ കണ്ടത് വലിയ വിടുത്തായിരുന്നു ഇത് ചെറിയ വിടുത്തിൻ്റെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇനി ഇത് ഹക്കോബയുടെ ഈ ഒരു സെക്ഷൻ നമുക്ക് നോക്കാം ഇതും ഫുൾ അത് തന്നെയല്ലേ ഹക്കോബയുടെ ബ്ലാക്കും വൈറ്റും അങ്ങനെ Black, കളേഴ്സ് white ഉണ്ട് colours. പിന്നെ ബ്ലൗസിന്റെ നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിന്റെ छोटा പന്നേരെ ബ്ലൗസിന്റെ കളക്ഷൻസ് ആണ് ഈ മൊത്തം ഇരിക്കുന്നത് അभी ऐसा खोल के इसका एक डिजाइन दिखाती हूं ദാ ഇങ്ങനെയാണ് ഡിസൈൻസ് വരുന്നത് കേട്ടോ അപ്പോൾ ഡിസൈൻസ് ഒക്കെ നിങ്ങൾ വന്ന് ചൂസ് ചെയ്തോ വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട് നേരിട്ട് വരാം ഓൺലി ഹോൾസെയിൽ മാത്രമാണ് ये ना ये पूर्ति गोल्ड और कलर रेंज इधर है 1 मिनट मत लिखो ആ അത് എടുത്ത് കാണാനേ വേണതേ ഈ അറ്റത്ത് ഇവിടെ ഒന്ന് വന്ന് फुल നോക്കിയാൽ गोल्ड ഫുൾ ഗോൾഡിന്റെ ഡിഫറെന്റ് ഇതും ഒരു ഗോൾഡ് തന്നെ ഫുൾ കാണുന്നത് ഇത് ഒക്കെ ഡിഫറെന്റ് തന്നെ मल्टी कलर्स മൾട്ടി കളേഴ്സിൽ വരുന്നത് ഓ സെയിം ഇത് ബ്ലൗസിന് हां ब्लाउज ब्लाउज ഇതില് മിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ ഇനി ബ്ലൗസിന്റെ ഇങ്ങനെ ഇത് ഗിഫ്റ്റ് ഐറ്റം ഇത് എത്ര പീസ് ഉണ്ടാവും 1 मीटर कट 1 മീറ്റർ കട്ട് 50 പീസ് हां नहीं 25 पीस 25 പീസ് ഓക്കേ 25 പീസിന്റെ വരുന്നുണ്ട് एक क्रीम का है ഇത് ക്രീമിന്റെ ऊपर चढ़ना पड़ेगा हाँ दा क्रीमिले ब्लाउज शेरवानी में जाता है शेरवानी में जाता है ब्लाउज में भी जाता ब्लाउज में भी है जाता अरे आप हमेशा शेरवानी बोल रहे हैं लड़कियों का ब्लाउज भी जाता है ऐसा क्यों बोलते हो हाँ हो हकोबा ये तो फुल नहीं नहीं नेट नेट ये नेट है हाँ ये बॉर्डर नेट है ये विदाउट बॉर्डर नेट है ये पूरे नेट में है पूरा नेट में ഞാനിത് ഹക്കോബയിലാണ് വിചാരിച്ചത് പുള്ളി ഇങ്ങനെ കവറിലായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഫുൾ കളക്ഷൻസ് ഇങ്ങനെ കാണുമ്പോഴേ ഇതെന്തായാലും പൊട്ടിക്കട്ടെ नेटेड बॉर्डर आता ഇത് വിതൗട്ട് ബോർഡർ आता ഇത് ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ ഇത് ഫുൾ കോട്ടൺ ആണെന്നാ വിചാരിച്ചത് പക്ഷെ നെറ്റ് ആണെന്നുള്ളത് ഇപ്പൊ തുറന്നപ്പോഴാണ് മനസ്സിലായത് മുझे लगा ये हकोबा है नहीं नहीं वो नेटेड कवर के अंदर था ना ಇದು ಈ ಡಿಸೈನ್ ಅಲ್ಲಿ 15 ಕಲರ್ आता हाँ कलर भी आता ಇದು ವಿದೌಟ್ ഇത് ड्रेस भी बनते इसमें फ्रॉक ഫ്രോക്ക് പിന്നെ ഗൗൺ ബ്രൗൺ ഈ കുട്ടികളുടെ ഫ്രോക്ക് വലിയവർക്കുള്ള ഗൗൺ പിന്നെ ബ്രൈഡൽ അങ്ങനെ ഇതിലൊക്കെ വേറെ വേറെ 15 ഡിസൈൻ डिजाइन आता अलग अलग ഓ അതെ അതെ ഇത് ശരിക്കും ഇങ്ങനെയൊന്നും അറിയില്ല ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ നോക്കണം കണ്ട 15 डिजाइन आता ഇതിലിങ്ങനെ കൈയിട്ട് നോക്കിയാൽ മാത്രമേ ഇതിന്റെ ഡിസൈൻസ് കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ ഇങ്ങനെ കണ്ട ഒന്നും മനസ്സിലാവില്ല അതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് तो बहुत सारा है अभी वो ब्लाउज में से जाएंगे हाँ इधर से ओके अभी इसमें ब्लाउज में क्या है सब कुछ कलरफुल दिख रहा है क्या क्या वेरिएशन है इसमें इसमें ये 2 in 1 है वेराइटी आता 4 वेराइटी आता अलग अलग वेराइटी ಇದು ಹೆವಿ ये हैवी है ಇದು ಸೂಪರ್ ಕ್ವಾಲಿಟಿ ഇത് ഹെവി അപ്പൊ 4 വേരിയേഷൻ ആയിട്ടുള്ള റേഞ്ചാ വരുന്നത് इसको क्या है ഡബിൾ കളർ in 1 कलर ഓ ഹെവി സിൽക്ക് അതിപ്പോ കാണുമ്പോ തന്നെ അറിയാം ഇതും തമ്മിലുള്ള മാറ്റം फास्ट मूविंग ഇത് മൈസൂർ സിൽക്കാ
ഇത് മൈസൂർ സിൽക്ക്, ഇത് കുറച്ച് ഹെവി ക്വാളിറ്റി. അത് രണ്ടും തുണി കാണുമ്പോഴും നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും. ഇപ്പൊ തന്നെ റേഞ്ചിന് അവിടെ മാറ്റം വന്നു. ഇത് ഈ ഒരു സെയിം കളറിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള വേരിയേഷൻസ് ആണ് ഈ മൊത്തം കാണുന്നത് കേട്ടോ. ഫുൾ പിങ്കിൽ മാത്രം, ബ്ലൂ ആണെങ്കിൽ ബ്ലൂല് മാത്രം. ദേ ഇരിക്കുന്നു ബ്ലൂ അല്ലേ, 2600 കളർ. प्योर वाइट आता पर्सनल പ്യുവർ വൈറ്റില്. അപ്പൊ 600 കളർ വരുന്നുണ്ട്. അതിൽ 2-3 ക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ. പ്യുവർ വൈറ്റിൽ വേണമെങ്കിൽ വൈറ്റില്. അതൊക്കെ ഫുൾ ബ്ലൗസിന് സ്റ്റിച്ചിങ് അല്ലേ, ഫുൾ ബ്ലൗസ്. ഇത് സിൽക്ക് കോട്ട, ഇത് മറ്റേ മൈസൂർ സിൽക്ക്, മൈസൂർ സിൽക്കില് വൈറ്റില് കേട്ടാ. ബ്ലൗസിൽ തന്നെ അത് പറ്റ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഇരിക്കുന്നത് 4 ക്വാളിറ്റി അല്ലേ, 4 ക്വാളിറ്റിനാ, 4 ക്വാളിറ്റി. അതിന്റെ റേഞ്ച് ഒക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. എന്നാൽ ബ്ലൗസിന്റെയും ഇഷ്ടം പോലെ കളക്ഷൻസ്. ഫുൾ പ്ലെയിൻ ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. ഇനി പ്ലെയിൻ അല്ലാത്ത ഈ പ്ലെയിൻ നീയേ ये मगम वर्क किया, ये क्वालिटी में मगम वर्क बनाया. ഓ അങ്ങനെയും ചെയ്യാൻ പറ്റുന്നു. एम्ब्रॉयडरी वर्क ഇത് തന്നെ സെയിം ക്വാളിറ്റി. ഫോൺ വരുന്നു, ഫോൺ. ആ ഇത് തന്നെ സെയിം ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനെ ബൂട്ട വർക്കൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്ന അറിയാൻ വേണ്ടിട്ട് ഇവരങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ബോർഡർ ഇല്ലാത്തതും ബോർഡർ ഉള്ളതും കേട്ടോ. അപ്പൊ ഏത് മിക്സ് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റൂന്നാ പറഞ്ഞത്. ഡിസൈൻസ് നമുക്ക് തീരുമാനിക്കാം. ദേ സക്തി ആപ്ലോ. പിന്നെന്താ ദേ അതൊരു പിന്നെ ടിഷ്യൂ, പിന്നെ ഗോൾഡ്, പിന്നെ കോപ്പർ ഷെയ്ഡ്, അങ്ങനെ ആ ഒരു നമുക്ക് എന്താ പറയാ നമ്മുടെ ഫെസ്റ്റിവലൊക്കെ ബ്ലൗസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഫുൾ ടിഷ്യൂ ആണ്. ടിഷ്യൂല് ബ്ലാക്ക്, ഓ ഇത് ബ്ലാക്കിൽ കേട്ടോ, സിൽവറില്. പിന്നെ ഈ ഒരു ഷെയ്ഡ് യെല്ലോ ഒരു ഗോൾഡിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഇരിക്കുന്നത് ये सब उधर देखा हुआ वही ना, वो तो देखा. അത് അവിടെ കണ്ടത് തന്നെ സെയിം ആ ഒരു കോട്ടന്റെ തന്നെ ബ്ലാക്കിൽ തന്നെ ഇത്രയും അധികം വേരിയേഷൻസ് വരുന്നത്. അപ്പൊ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഇനി നമുക്ക് ഗോഡൌണിലേക്ക് ഒന്ന് പോയി നോക്കാം എന്തായാലും. അതിന് മുന്നേ നമുക്ക് ദുപ്പട്ടയും കൂടി കാണിക്കണം. ദുപ്പട്ട മലയാളം ആത്ത സമझ में आता है क्या बोल रहा है. എന്തായാലും ദുപ്പട്ട, ഈ ദുപ്പട്ട വെറൈറ്റി ദുപ്പട്ട. ഇതെന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇത് മാറ്റിയിടാം. നമുക്ക് ഇതൊന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇത് എങ്ങനെ ഇരിക്കും. ഇത് 250 മീറ്റർ ഉണ്ട് അല്ലേ. ശരിക്കും അതിന്റെ ലെങ്ത് കണ്ടറിയാതെ മുട്ടി ബാക്ക് ऊपर नीचे बैक साइड और ऊपर साइड सब नीचे फोर साइड में आता. കണ്ടാ. അപ്പൊ 2.5 മീറ്റർ കറക്റ്റ് ഉണ്ട് കേട്ടോ. ഫുൾ ഇങ്ങനെ അടിയിലും മുകളിലായിട്ട് ഇങ്ങനെ. അപ്പൊ ഇതില് കളേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കളേഴ്സ് ഉണ്ടാവും? 15 കളേഴ്സ് ഉണ്ടാവും ഇതില്. 15 കളേഴ്സ്. അപ്പൊ എന്റെ ദുപ്പട്ട എടുത്തെടുത്താൽ ഇത് ഞാൻ മറന്നു പോകും. എൻ്റെ ദുപ്പട്ട ഇവിടെ. എൻ്റെ ദുപ്പട്ടയും അത്യാവശ്യം പ്രിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേണമെന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ മതി, ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതിൻ്റെ ഒരു പ്രൊമോഷൻ. ഇത് ഫുൾ ദുപ്പട്ടാസിൽ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ വൺ സൈഡ് ഇത് നെറ്റ് അല്ലേ. ദുപ്പട്ടാസിൽ റേഞ്ച് എങ്ങനെയാ ഇവർ തീരുമാനിക്കുന്നത് വെച്ചാൽ നെറ്റിന്റെ ക്വാളിറ്റി സെയിം ആയിരിക്കും. പക്ഷെ ഇതിൽ 1 സൈഡ് ഉണ്ടാവും, പിന്നെ 4 സൈഡ് ഉണ്ടാവും, 2 സൈഡ് ഉണ്ടാവും. അതിനനുസരിച്ചിട്ടായിരിക്കും റേറ്റിന്റെ മാറ്റങ്ങൾ വരുന്നത്. പിന്നെ ഇതാണെങ്കിൽ പേൾ വർക്ക് ആട്ടോ. ഇതാണെങ്കിൽ 4 साइड नेटेड ദുപ്പട്ട. ഇത് കുറച്ച് ഹെവി ആണ്, കുറച്ച് മിറർ വർക്കിന്റെ ഡീറ്റെയിലിംഗ്, ഇത് പേൾ വർക്കിന്റെ ഡീറ്റെയിലിംഗ്. അപ്പൊ ഈ ദുപ്പട്ട ലേगा तो कितना पीस लेना है ऐसा कुछ है क्या मतलब? वो आपका चॉइस. ഇത് എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. മറ്റത് പിന്നെ അങ്ങനെ മുറിച്ച് തരൂല, അതാണ് വലിയൊരു പ്രശ്നം. ഫെൻഡിയിൽ ഇങ്ങനെ വർക്ക് സൈഡിൽ ഇങ്ങനെ എംബ്രോയിഡറിയുടെ വർക്ക് വന്നിട്ടുള്ളത്. അപ്പൊ സംഭവം ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ഇത് രംഗോലി ക്രഷ് ദുപ്പട്ട, രംഗോലി ക്രഷ് ദുപ്പട്ട. ദുപ്പട്ടയില് ഈ ഒരു കൗണ്ടർ ഫുള്ള് ലോക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കുന്നില്ല. ഒക്കെ നല്ല എന്താ പറയാ ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. അപ്പൊ റേറ്റ് ചോദിക്കുക, വീഡിയോ കോൾ ചെയ്ത് ചോദിക്കുക, ഫെസിലിറ്റീസ് ഉണ്ട്. രംഗോലി 4 സൈഡ് ബോർഡർ. ഇതും റംഗോളിയാ? ഇതും രംഗോലി ക്രഷ്, രംഗോലി 4 സൈഡ്. ഇത് റംഗോളി ക്രഷില് വരുന്നത്, ഇത് പ്ലെയിനില് റംഗോളി വരുന്നത്. അതാണ് മാറ്റം. പിന്നെ എംബ്രോയിഡറിയുടെ മാറ്റമുണ്ട്, റേറ്റിന്റെ മാറ്റമുണ്ട്. നോക്കുക, വരിക, എടുക്കുക, അത്ര തന്നെ.
इन्हें अभी गोडाउन जाते हाँ इतने क्योंकि ये तो बहुत सारा हो गया ये सब दिखाते दिखाते तो पूरा पिक्चर बन जाएगा अभी जाएंगे ऊपर अभी ऊपर चलो അതെന്ന് വെച്ചാൽ ഇവരുടെ സ്റ്റോക്ക് ഏരിയ ഉണ്ട് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം ഇപ്പൊ ഈ ബിൽഡിങ്ങിലുള്ള സ്റ്റോക്ക് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇനിയും സ്റ്റോക്ക് ഇവർക്ക് വേറെ സ്ഥലത്തൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് നോക്കാം ഇതാണ് ഇവരുടെ ഗോഡൌൺ എന്ന് പറയുന്നത് ഗോഡൌണിലും അതിനേക്കാളും നിറഞ്ഞിരിക്കുകയാണ് ഐറ്റംസ് ഇവിടെയും ഗോഡൌണില് जो नीचे दिखाया वो आइटम ही रहता है क्या नहीं अलग पूरा है वेराइटी अलग रहता है अलग रहता ಇದು है ಸಿಲ್ಕಿ ಬುಟ್ಟ ಇದರಲ್ಲಿ ಡಿಸೈನ್ ಬರುತ್ತೆ दे दे 15 मतलब कलर तो बहुत सारा है इधर सिल्की बूटा ये सिल्की बूटा वेराइटी है हाँ हाँ ये डिजाइन आता और कलर आता अलग अलग ഇത് സിൽക്കി ബൂട്ട എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഡിസൈനിൽ തന്നെ ഇത്രയും അധികം ഷെയ്ഡ്സ് ഇതാണ് ആക്ച്വൽ ലുക്ക് വരുന്നത് സിൽക്കി ബൂട്ടയുടെ ലുക്കില് കണ്ടാ അപ്പൊ അതിൽ കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇത് ഇങ്ങനെ 20 മീറ്ററിന്റെ ആയിരിക്കും ഇതും സിൽക്കി ബൂട്ട സിൽക്കി ബൂട്ടയുടെ വേറൊരു ഡിഫറെന്റ് ഡിസൈൻ ആണ് ഈ കാണുന്നത് പിന്നെയും ഡിസൈൻസ് ഉണ്ട് ഇപ്പൊ ഇതൊക്കെ സിൽക്കി ബൂട്ട ഈ പൂറ സിൽക്കി ബൂട്ട ഒക്കെ ഏരിയ ये पूरा सिल्की बूटा था ഇതിന് വലിയ ബൂട്ടാസ് വേണമെന്ന് വെച്ചാൽ വലിയ ബൂട്ടാസ് ഉണ്ട് കേട്ടോ അതാ ये डिजाइन ഇത് സിൽക്കിയുടെ തന്നെ വലിയ ബൂട്ടാസ് ये लहंगा ब्लाउज सभी में जाता ഓ ബ്ലൗസിലാണ് മെയിൻ ആയിട്ട് കൂടുതൽ പിന്നെ ബോർഡർ വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം അതൊക്കെ ഡിപ്പെൻസ് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെ പല പല വർക്കിൽ വരുന്നുണ്ട് സിൽക്കി ബൂട്ട ആണ് മെറ്റീരിയലിന്റെ പേര് വരുന്നത് പിന്നെ എന്താ ഇത് ഫുൾ സിൽക്കി ബൂട്ടയാ पूरा सिल्की ഓ बूटा സിൽക്കി ബൂട്ടയ്ക്ക് എന്തോരം സ്ഥലമാണ് കണ്ടോ न्यू डिजाइन ആ अम्ब्रेला അംബ്രേല ഡിസൈൻ हाँ സിൽക്കി ബൂട്ടയില് അംബ്രേല ഡിസൈൻ കണ്ട അപ്പൊ അങ്ങനെ ഡിസൈൻസും ഉണ്ട് കളേഴ്സും ഉണ്ട് എത്ര പീസ് വേണം मतलब एक दो पीस ने पूरा बहुत सारा भर भर के रखा है आप लोगों ने അങ്ങനെ അപ്പൊ ഇതൊക്കെ സിൽക്കി ബൂട്ടയുടെ കളക്ഷൻസ് വരുന്നത് ഇതിന് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഉണ്ട് वाइट आता है इसमें स्पेशल वाइट वाइट एंड इसके लिए कवर में डाल के रखा है वाइट टेबल स्पेशल वाइट आता है इसमें കണ്ട फर्स्ट मूविंग ഇതും സിൽക്കി ബൂട്ട वाइट തന്നെ एंड क्रीम कलर ഇത് വൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ കവറിലിട്ട് വെച്ചിരിക്കണേ മുഷിക്കാണ്ട് മീൻസ് കംപ്ലൈന്റ് വരാണ്ടിരിക്കാൻ വേണ്ടി വൈറ്റ് ആണല്ലോ ബാക്കിയുള്ളതൊന്നും അങ്ങനെയല്ല അത് വന്നും പോയി ഇരിക്കുന്ന ഒരു इसमें സംഭവം भी अलग अलग डिजाइन आता वाइट एंड क्रीम में ഇതാ ഡിസൈൻസ് വരുന്നത് ഇപ്പൊ ഇത് രണ്ടും ഒരു ഡിസൈൻ തന്നെ പക്ഷെ ഒരു ക്രീമും ഒരു വൈറ്റും അങ്ങനെയാണ് വരുന്നത് പിന്നെ ഡബിൾ ഷെയ്ഡ് വേണമെങ്കിൽ ഡബിൾ ഷെയ്ഡും ഉണ്ട് പിന്നെ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് സിൽക്കി ബൂട്ട തന്നെ ये कौन सा मटेरियल है ये डूपियन है एक ये डिजाइन आता ये भी फास्ट मूविंग डिजाइन ആ ഫാസ്റ്റ് മൂവിങ് ഡിസൈൻസ് ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് ഡിസൈൻസ് പിന്നെ ഈ ഇരിക്കുന്ന ബണ്ടൽസ് ये क्या है ये कॉटन डूपियन है मरगम वर्क होता कुर्ती में जाता टॉप में भी जाता और वर्क भी कर सकते हैं वर्क भी होता है इसमें ഇത് ഡൂപ്പിയൻ കോട്ടൺ മെറ്റീരിയൽ डूपियन कॉटन कॉटन मटेरियल അതിൽ കളേഴ്സ് വേണമെങ്കിലുണ്ട് ये 50 मीटर का हाँ मिनिमम 15 मीटर कट रहता है 15 मीटर 15 15 into 50 मीटर 50 कट रहता है കട്ട് रहता है അപ്പൊ അങ്ങനെയാണ് കട്ട് എനിക്ക് എന്തായാലും പറഞ്ഞതൊന്നും ഇത് ഇപ്പൊ ഈ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്തായാലും നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കുക എനിക്ക് തോന്നുന്നത് 50 മീറ്ററിന്റെ ഒരു ഫുൾ റോളാണ് कलर आता है इसमें 75 കളേഴ്സ് വരുന്നുണ്ട് ഡുപ്പിയൻ കോട്ടന്റെ 75 കളേഴ്സ് വരുന്നുണ്ട് അതാണ് ഈ മൊത്തം കാണുന്നത് കേട്ടോ അപ്പൊ ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ പിക്ക് ചെയ്യാം അതിൽ വർക്കുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഇവരുടെ ഒരു ഗോഡൗൺ ഏരിയ ആണ് കേട്ടോ ഡുപ്പിയൻ സിൽക്ക് സിൽക്ക് ഇതായി പിന്നെ ഇപ്പുറത്തെ സൈഡ് യാപ്പിക്കാ ये नेटेड है हाँ, नेटेड नेटल। कलर नेटेड फुल कलर നെറ്റില് വർക്ക് വരുന്നത് അല്ലേ ओपो नेट ആ ഹാ ഇത് ഓപ്പോ നെറ്റ് നെറ്റിൽ ഇങ്ങനെ വർക്ക് എംബ്രോയിഡറിയുടെ വർക്ക് വന്നിട്ടുള്ളത് സംഭവം അപ്പോൾ എന്തായാലും സാധനം ഉണ്ട് ഇല്ലാന്ന് ആരും വന്നാൽ പറയില്ല കാരണം ഈ വന്നും പോയി ഇരിക്കുന്ന സംഭവം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വേറെ സംഭവം ഇരിക്കണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വേറെ സംഭവം അങ്ങനെ മാറ്റി അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ എന്താ ഈ സബ് ये एम्ब्रॉयडरी वर्क है ये कॉटन में वर्क किया हुआ है ओके सेम फैब्रिक ഡുപ്പിയോൻ സിൽക്ക് ഡുപ്പിയോൻ കോട്ടൺ डूपियन कॉटन ആ ഡുപ്പിയൻ കോട്ടൺ ഇല്ലേ ആ മെറ്റീരിയൽ പ്ലെയിനിൽ കണ്ടത് അതിൽ തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇതില് വർക്ക് ചെയ്തിട്ട് ചെറിയ ബൂട്ടാസ് ഇത് കോയിൻ ബൂटा कॉइन बूटा ചെറിയ कॉटन डूपियन कॉइन बूटा कॉइन तो इससे भी बड़ा रहता है थोड़ा बड़ा है। थोड़ा बड़ा है हाँ ये इसको क्या बोलता है तिल हाँ तिल ये देखो तिलक डिजाइन തിലക് ഡിസൈൻ ये ഇത് വേറെ ഡിസൈൻ അപ്പൊ ഡിസൈനിന് അനുസരിച്ചിട്ടാണ് പേര് വരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് ഡൂപ്പിയോൺ കോട്ടണില് വർക്ക് ചെയ്യണത് അതിൽ തന്നെ വിത്ത് ബോർഡർ വേണമെങ്കിൽ ബോർഡറിൽ ഇത് ഫുൾ എംബ്രോയിഡറി ആണ് കേട്ടോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എംബ്രോയിഡറി മാത്രം ഇനി ഇത് നോക്കുകയാണെങ്കിലേ
ये भी वही सेम हाँ मटेरियल है. ये वही बेंगलोरी सिल्क बॉर्डर ഇത് आता ബാംഗ്ലൂർ സിൽക്ക് മെറ്റീരിയൽ. बेंगलोरी सिल्क बॉर्डर ആ ബാംഗ്ലൂർ സിल्क മെറ്റീരിयल. ഈ മെറ്റീരിയലിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. और इसमें ना मतलब सब डिफरेंट डिफरेंट कलर है. सब वाइट में है. व्हाइट हाफ व्हाइट गोल्ड ദേ ബാംഗ്ലൂരി സിൽക്ക് മെറ്റീരിയൽ. അതിന്റെ കളേഴ്സ് നോക്കിയേ. ഓഫ് വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ക്രീം ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്സ് വരുന്നത്. മുകളിലും അതൊക്കെ തന്നെ. പിന്നെ നമ്മുടെ ഈ ഒരു പോർഷൻ ഇത് അവിടെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വെച്ചിരിക്കണത് ഇത് സ്ലബ് മെറ്റീരിയൽ. स्लब मटेरियल बूटा विथ बॉर्डर. പിന്നെ നമ്മുടെ സ്ലബ് മെറ്റീരിയൽ അതിൽ തന്നെ വൈറ്റ് ഓഫ് വൈറ്റിൽ വരുന്നുണ്ട്. പിന്നെ തന്നെ ഒരു ഗോൾഡിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ കളേഴ്സ് ഇങ്ങനെ വേരിയേഷൻസ് വന്നിട്ടുള്ള ഒരു സംഭവം. അടി വരെ ഉണ്ട് കേട്ടോ. ഞാൻ അടിയിലേക്കൊന്നും പോയിട്ടില്ല. ഞാൻ വെറുതെ ഇങ്ങനെ മുകളിൽ നിൽക്കണത് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ये बॉर्डर आता ബോർഡർ വരുന്നത് ഞാൻ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുമ്പോൾ ആള് വേറെ വേറെ ഡിസൈൻസ് എടുത്ത് കാണിച്ചു തരാണ്. അപ്പൊ എന്തായാലും ഇനി വെൽവെറ്റിലേക്ക് പോവാം. നമുക്ക് വെൽവെറ്റിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസും ഉണ്ട്. അപ്പൊ വെൽവെറ്റിൽ എന്ന് ये വെച്ചാൽ वेलवेट में 4 वैरायटी आता ആ वर्क एम्ब्रॉयडरी वर्क आता फुल वर्क ഓ ഈ ഇരിക്കുന്നത് മൊത്തം വെൽവെറ്റ് ആണെങ്കിലും ഇതില് എംബ്രോയിഡറി സീക്വൻസ് വർക്കും ഇത് ഇതില് ബീഡ്സ് വർക്ക് കട്ട് വർക്കാണ്. ഇതാ बीट्स കട്ട് ബീഡ് വർക്കാണ് ഇതില് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ഹെവി ആയിട്ട് വേണമെന്ന് വെച്ചാൽ ഇതാ ഇങ്ങോട്ട് വാ. ദേ वेलवेट हैवी ഇത് കണ്ട बीट्स കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള വർക്ക്. विदाउट बीट्स. ഇത് എംബ്രോയിഡറിയില് ഹെവി വർക്ക്. പിന്നെ പ്ലെയിൻ വേണമെന്ന് വെച്ചാൽ പ്ലെയിൻ ഇപ്പുറത്തെ സൈഡ്. ये बॉर्डर आता ദേ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് ഫുൾ എംബ്രോയിഡറി. ചെറിയ ചെറിയ തലയിൽ വീഴോ. ആ बॉर्डर वेलवेट बॉर्डर. വെൽവെറ്റിൽ ബോർഡർ. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ വെൽവെറ്റ് എന്ന് പറയുന്നത്. മറ്റേ കട്ടിയുള്ള വെൽവെറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒരു 4-5 വെറൈറ്റീസ് ഉണ്ട്. ഹെവി വർക്ക് വേണ്ടവർക്ക് ഹെവി വർക്ക്, നോർമൽ വേണ്ടവർക്ക് നോർമൽ, അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് വേണ്ടവർക്ക് പ്ലെയിൻ, അതുപോലെ തന്നെ वेलवेट प्लेन. അതെ പ്ലെയിൻ. ഞാൻ പറഞ്ഞില്ലേ ഇത് പ്ലെയിൻ. ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. പ്ലെയിൻ 9000 क्वालिटी 1000 का क्वालिटी है. 9000 क्वालिटी. 9000 क्वालिटी. ओ ये धागे का क्वालिटी बोल रहे हैं ना. नहीं ये माइक्रो आता ना इधर क्वालिटी आता इसमें. हाँ हाँ ये ऐसा ഓക്കെ ഓക്കെ. हेवी क्वालिटी आता. ആ ഇത് ഹെവി ക്വാളിറ്റി 900ന്റെ ക്വാളിറ്റി ആണെന്ന് പറയുന്നത്. ये ऐसा आता ദേ, ദേ, ദേ. ना कोड कोड ആ, इसका ആ, कोड. ആ, ആ. ദാ ഇതാണ് കേട്ടോ 900ന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് ഇരിക്കുന്നത്. പിന്നെ ലോക്കൽ ആയിട്ട് ആ ഇരിക്കുന്നത് 9000 ആണ്. ഞാൻ നേരത്തെ 900 പറഞ്ഞത്, തെറ്റി പറഞ്ഞതാട്ടോ. ആക്ച്വലി 9000ന്റെ ക്വാളിറ്റിയാണ് ആ മൊത്തം വെൽവെറ്റിൽ ഇരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയും ഗോഡൗൺ ഉണ്ട്. വैसे तो आपके पास गोडाउन अभी भी और भी है, लेकिन इसका स्टॉक आता रहता ആ है. इस season में തരത്തെ और അത് भी വേറെ stock സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കൊരു ലൊക്കേഷനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ नीचे जाके लोकेशन बोलते हैं. नीचे का हाँ हाँ वो सेम ही लोकेशन है. हाँ वही लोकेशन बोलते हैं हम लोग वीडियो में. आओ. बोलो बोलो. ആ ജോ നീച്ച് ജോ. ആക്ച്വലി ഈ ടീം ഇവിടെ കുറവാണ്. ഇനിയും ഇവിടെ ആൾക്കാരുണ്ട്, സ്റ്റാഫുകളുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്ര തിരക്ക് കുറവ് ഇവിടെ. പക്ഷേ സ്റ്റാഫ് കുറവ്, അതുകൊണ്ടാണ് കുറവര് ലീവ് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബി ലക്ഷ്മി ഫാബ്രിക്. एवनी रोड बना क्या ബി ലക്ഷ്മി ഫാഷൻ ഒക്കെ बी लक्ष्मी फैशन. ഫാഷൻ. ആ ബി ലക്ഷ്മി ഫാഷൻ. ഞാൻ ബി ലക്ഷ്മി എന്ന് മാത്രമേ പറയാറുള്ളൂ. എക്സാക്ട് ലൊക്കേഷൻ मतलब एड्रेस क्या है. एवनी रोड बनारस स्वीट है. ಇದು केडिया मंसन कॉम्प्लेक्स. कॉम्प्लेक्स ये केडी कॉम्प्लेक्स केडिया मंसन KDM കേഡിയ കോംപ്ലക്സ്. ബിൽഡിങ്ങിന്റെ പേരാണ് കേഡിയ കോംപ്ലക്സ്. അയ്യോ ഫേമസ് സായി ഹോട്ടൽ. സായി ഹോട്ടൽ. ഓക്കെ. അപ്പൊ ഇത്രയും പാവം പിടിച്ച ഈ ഒരു എന്താ ഓണർ എങ്ങനെ നമ്മളെ പറ്റിക്കുന്നെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഉടായ്പ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നടക്കില്ല. ഇത്രയും ഇतना सीधा साधा ഓണർ, इतना एकदम भैया है. ആ ഭയ്യാണെന്ന് ചേട്ടനും കൂടി ഉണ്ട്. ഇവര് മൊത്തത്തിൽ ഇങ്ങനെയാണ്, ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര ഇങ്ങനെ എന്താ പറയാ, എന്താണ് പറ്റിക്കില്ലെന്നൊന്നും ഇവർക്ക് കറക്റ്റ് ആയിട്ടൊന്നും അറിയ പോലും ഇല്ല. അത്രയും സിമ്പിൾ ആയിട്ടുള്ള इतना सिंपल लोग हैं तो यहाँ पे कुछ फ्रॉड होने वाला नहीं है. एकदम सब जेन्युइन है, सब सीधा साधा है, सब. हाँ वो बोल रही थी. बोलो അത് കണ്ട അന്തരഭാവ എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ നിൽക്കുന്നത് നമ്മൾ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരില് അവന്യൂ റോഡില് ബനാറസ് സ്വീറ്റ് ഹൗസിന്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് കേഡിയ കോംപ്ലക്സ് ആണ്. അതിൽ 4th ഫ്ലോറിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്.
ഗോഡൗൺ വരുന്നത് 5th ഫ്ലോറിൽ. ഇത് കൂടാണ്ട് വേറെയും ഗോഡൗൺ ഉണ്ട്. ഇവിടെ കിട്ടുന്ന ഐറ്റംസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മെറ്റീരിയൽസ് മാത്രം, ഫാബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്തിനും തയ്ക്കാനായിട്ട്, ബ്ലൗസ്, ലെഹങ്ക, ഗൗൺ, ലാച്ച, സാരീസിന് വേണമെങ്കിൽ, എങ്ങനെ ടാലൻ്റ് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഫാബ്രിക്സ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഫുൾ ദുപ്പട്ടാസിൻ്റെ ഒരു കൗണ്ടറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്, വേറെ ഒന്നും ഇവിടെ കിട്ടില്ല. അതും ഹോൾസെയിൽ പ്രൈസിന് മാത്രം ഇവിടെ അവൈലബിൾ ആണ്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ സ്റ്റാഫ് ഇത്ര നേരം നമ്മുടെ കൂടെ ഈ ഞായറാഴ്ച നമുക്ക് വേണ്ടി തുറന്നു തന്നതിന് ആദ്യം തന്നെ ഒരു താങ്ക് यू പറയട്ടെ. मैं बोल रहा हूँ संडे हमारे लिए, मैं आ रही हूँ इसके लिए, मेरे लिए खोल कर रखा, मुझे ये सब दिखाया, इसके लिए थैंक यू सो मच. थैंक यू सब लोग आने के लिए. अब അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.